നമസ്കാരം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അത് 3 തരം ആളുകളാണ് സൊസൈറ്റിയിൽ ഉള്ളത്. ഒരു വിഭാഗം ക്രിട്ടിക്സാണ്, പിന്നെ രണ്ടാമത്തെ വിഭാഗം ടോക്കേഴ്സാണ്, മൂന്നാമത്തെ വിഭാഗം ഡൂവേഴ്സാണ്. അതിൽ ക്രിട്ടിക്സായ ആളുകളാണ് ഒരുപാടുള്ളത്. ആ ഒരു വരി നോക്കുകയാണെങ്കിൽ അനന്തമായിട്ട് പോവുകയാണ്. ടോക്കേഴ്സ് കുറച്ച് പേരുണ്ട്, പിന്നെ ഡൂവേഴ്സ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് ഡൂവേഴ്സ് നോക്കുമ്പോൾ വളരെ കുറച്ച് പേരാണുള്ളത്. അത് നമുക്ക് കാണാൻ പോലും ഇല്ല ഡൂവേഴ്സ്. അപ്പോൾ ഞാൻ ഇത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം സൊസൈറ്റിയിൽ ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ ഉള്ള സൊസൈറ്റിയിൽ ഡൂവേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വികസനം കുറഞ്ഞ രാജ്യങ്ങളിൽ ആണ് ഡൂവേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അവിടെ ക്രിട്ടിക്സും ടോക്കേഴ്സും ആയിരിക്കും കൂടുതൽ. എന്തുകൊണ്ടാണ് ക്രിട്ടിക്സും ടോക്കേഴ്സും കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയ ആളുകൾ കൂടുതലായിട്ട് വരുന്നത്? എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചെങ്കിൽ, ഇപ്പം നമ്മൾ അധികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡൂവേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മോഹൻലാൽ. അപ്പോൾ ഇവരൊക്കെ ചെറുപ്പത്തിലെ അവരുടെ മേഖലയ്ക്ക് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അവിടെ ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്? അവരുടെ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര ട്രെയിൻ ചെയ്താലും അവർക്കും മടുക്കില്ല, അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ചെയ്താലും അവർക്കും മടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് തന്നെ മടുക്കാണ്ട് ചെയ്യാൻ കാരണം? അവരത്ര വലിയൊരു ഡൂവേഴ്സ് ആവാൻ കാരണം എന്തായിരിക്കും? അവരുടെ മേഖല അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ അവിചാരിതമായിട്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ട്രഗിൾ എത്തേണ്ടായിരിക്കാം. എന്താണെങ്കിലും അവരുടെ മേഖലയിൽ അവരെത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ക്രിട്ടിക്സും ടോക്കേഴ്സിൻ്റെ എണ്ണം കൂടുതലാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചെങ്കിൽ, അവരുടെ മേഖലയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അവരെങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ എത്തിപ്പെട്ടു, അവിടെ ഇരുന്ന് ജീവിക്കുകയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ്. അപ്പം എങ്ങനെയാണ് ആളുകൾക്ക് അവരുടെ മേഖലയിലേക്ക് എത്താനും അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയ്ക്ക് എത്താനും അവർക്കവിടെ ഡൂവേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ പെടാനും ഇന്ത്യ പോലത്തെ ഒരു രാജ്യം കൂടുതൽ ഡെവലപ്പ് ആവാൻ കഴിയുന്നത്? അവിടെ കൂടുതൽ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് കൂടുതൽ ഡൂവേഴ്സ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ? എന്തായാലും വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക് യു.